ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എജ്ബോർഡ്. എല്ലാ മക്കൾക്കും എജ്ബോർഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സെൽസഫിൻ സാർ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനെ കുറിച്ച്. ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എന്ന് പറയുമ്പോൾ സംഗതി വേറെ ഒന്നുമല്ല. ഇപ്പോൾ ഓൾറെഡി നിങ്ങളുടെ പ്ലസ് വണ്ണിലെ റിസൾട്ട് വരും. ഓക്കെ, ആ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് കൂട്ടാനുള്ള അവസരമാണ് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ. അതായത് നിങ്ങൾ പരീക്ഷ എഴുതി കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് തോന്നുകയാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയ മാർക്ക് എനിക്ക് പോരാ. ഇപ്പോൾ ഞാൻ പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ മാർക്ക് 80 മാർക്കിൻ്റെ പരീക്ഷ ഞാൻ എഴുതിയപ്പം എനിക്ക് ആ കിട്ടിയത് 50 മാർക്കാണെന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്ക് തോന്നുകയാണ് ഇത് പോരാ, കാരണം എനിക്ക് A+ലേക്ക് എത്തണം. A+ലേക്ക് എത്താൻ എനിക്ക് ഒരു 70 മാർക്ക് വേണം എന്ന് ഞാൻ വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് പോകുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കണം 5 കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ 5 കാര്യങ്ങൾ ഓരോന്നും കൃത്യമായിട്ട് നോക്കിക്കാം. അതിൽ ആദ്യത്തെ കാര്യം, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ലിമിറ്റാണ്. നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എല്ലാ വിഷയങ്ങൾക്കും എഴുതാൻ പറ്റുമോ? ഇല്ല. ആകെ എഴുതാൻ പറ്റുന്ന 3 സബ്ജക്റ്റിന് മാത്രം. 6 വിഷയങ്ങൾ പരീക്ഷയ്ക്ക് ഉണ്ടെങ്കിൽ പോലും 3 മാത്രമേ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം ബെസ്റ്റ് സ്കോർ റൂളാണ്. ഈ ബെസ്റ്റ് സ്കോർ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ ഈ പറഞ്ഞ മാർച്ചിലെ പരീക്ഷ, നിങ്ങളുടെ മാർച്ച് 2026 പരീക്ഷയിൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക്, ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു 60 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. പക്ഷേ നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതി, ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം 2026 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതി കഴിഞ്ഞപ്പം നിങ്ങളുടെ മാർക്ക് 60ൻ്റെ താഴെയാണെന്ന് വിചാരിക്കുക. ഓക്കെ, 60 ബിലോ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളുടെ പേടി ഇതായിരിക്കും, അപ്പോൾ എൻ്റെ മാർക്ക് കുറഞ്ഞില്ലേ, ആ മാർക്കല്ലേ വരിക. ഒരിക്കലുമില്ല. നിങ്ങൾക്ക് ഉള്ളതിൽ ബെസ്റ്റ് ഏതാണ്, ഇപ്പം നിങ്ങൾക്ക് കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ ഏതാ, 60 മാർക്ക് മാർച്ച് കിട്ടിയതാണ്, ആ മാർക്ക് തന്നെ ഉണ്ടാവും. ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതി മാർക്ക് കുറഞ്ഞാലും പേടിക്കണ്ട, അത് നിങ്ങളുടെ സ്കോർ കാർഡിൽ എന്ത് ചെയ്യുന്നില്ല, വരാൻ പോകുന്നില്ല. അപ്പോൾ അത് ബെസ്റ്റ് ആയിട്ടുള്ള സ്കോർ ഏതാ വെച്ചാൽ അതാണ് എടുക്കുക. ഓക്കെ, മൂന്നാമത്തെ കാര്യം തിയറി എക്സാംസ്. ഇവിടെ എന്തില്ല, നോ പ്രാക്ടിക്കൽ എക്സാംസ്. ഓക്കെ, പ്രാക്ടിക്കൽ എക്സാംസിന് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടോ? ഇല്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ പറയുന്ന പ്രാക്ടിക്കൽ എക്സാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് +2 വരും അല്ലേ, അതിന് ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, അതിന് കിട്ടിയ മാർക്ക് അത് ഉണ്ടാവുള്ളൂ. അപ്പോൾ പ്രാക്ടിക്കൽ എക്സാം ഒന്നും ഈ പറഞ്ഞിരിക്കുന്ന ഭാഗത്തില്ല, തിയറി എക്സാം മാത്രമാണ്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത്. നമ്മുടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് നിങ്ങൾ പറയുന്ന +2 പഠിച്ച സമയത്ത് പരീക്ഷയ്ക്ക്, അല്ലെങ്കിൽ +1 പഠിക്കുന്ന സമയത്ത് പരീക്ഷയ്ക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത് എക്സാം ഫീ എന്ന് പറഞ്ഞിട്ട് ഒറ്റ ഫീ അടച്ചിട്ടുണ്ടാവുള്ളൂ അല്ലേ. പരീക്ഷ ഫീ എന്ന് പറഞ്ഞാൽ ഒരു 500, 600, 700 രൂപയ്ക്ക് അടച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഇമ്പ്രൂവ്മെൻറ്റിന് നിങ്ങൾ ചെയ്യുന്ന സംഭവം ഓരോ സബ്ജക്റ്റിനും ഓരോ ഫീസാണ്. അതായത് നിങ്ങളിപ്പം ഒരു സബ്ജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 200 രൂപ, ഏകദേശം ആട്ടോ പറഞ്ഞത്, അതല്ല കറക്റ്റ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ 200 രൂപ, 2 സബ്ജക്റ്റാണെങ്കിൽ 300 രൂപ, 3 സബ്ജക്റ്റാണെങ്കിൽ 350 അല്ലെങ്കിൽ 400 രൂപ, ഇങ്ങനെ റേഞ്ചിലായിരിക്കും വരിക. അല്ലാതെ എന്ത് ചെയ്യില്ല, ഒറ്റ ഫീ അല്ല, എല്ലാത്തിനും ഓരോ ഫീ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ എഴുതുന്ന സബ്ജക്റ്റ് എണ്ണം അനുസരിച്ച് എന്ത് ചെയ്യും, ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ ഫീയും മാറിക്കൊണ്ടിരിക്കും. ഇനി അഞ്ചാമത്തതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ആർക്ക് വേണ്ടി മാത്രമുള്ളതാണ്, ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ +2 കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എഴുതാൻ പറ്റില്ല. നിങ്ങൾ ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 5 കാര്യങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് എഴുതുന്നതിന് മുൻപായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, കൃത്യമായിട്ട് നോക്കി വെക്കുക. അപ്പോൾ വീണ്ടും കൂടുതൽ പുതിയ കാര്യങ്ങളും ഇതുപോലുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ഈ പറയുന്ന എന്ത് ചെയ്യുക, ചാനൽ ഫോളോ അപ്പ് ചെയ്തേക്കുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സെൽസഫിൻ. ബൈ.